എല്ലാവർക്കും നമസ്കാരം. വിൻ പി എസ് സിയിലേക്ക് സ്വാഗതം. 10 ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ബയോളജിയുടെ 7ാമത്തെ ക്ലാസ് ആണിന്ന്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നന്നായി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സസ്യശാസ്ത്രമാണ്. അതിൻ്റെ അവസാനത്തെ ക്ലാസ് ആണിന്ന്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി സസ്യശാസ്ത്രത്തിൻ്റെ ആ ഒരു ഭാഗം അവസാനിക്കും. ആദ്യമായിട്ട് നമുക്ക് ചെടികളുടെ വിശേഷണങ്ങളെക്കുറിച്ച് നോക്കാം. യവനപ്രിയ എന്ന് വിശേഷിപ്പിക്കുന്ന കുരുമുളകിനെയാണ്. യവനപ്രിയ എന്ന് വിശേഷിപ്പിക്കുന്നത് കുരുമുളകിനെയാണ്. പാവപ്പെട്ടവൻ്റെ തടി മുള. പാവപ്പെട്ടവൻ്റെ തടി മുള. ബാച്ചിലേഴ്സ് ബട്ടൺ വാടാമല്ലി. ബാച്ചിലേഴ്സ് ബട്ടൺ വാടാമല്ലി. ചൈനീസ് റോസ് ചെമ്പരത്തി. ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത് ചെമ്പരത്തി. ഇന്ത്യയുടെ ഈന്തപ്പഴം പുളി. ഇന്ത്യയുടെ ഈന്തപ്പഴം പുളി. കൽപ്പവൃക്ഷം തെങ്ങ്. കൽപ്പവൃക്ഷം തെങ്ങ്. ഇന്ത്യൻ ടെലിഗ്രാഫ് ചെടി രാമനാഥ പച്ച. ഇന്ത്യൻ ടെലിഗ്രാഫ് ചെടി രാമനാഥ പച്ച. ഔഷധ സസ്യങ്ങളുടെ മാതാവ് കൃഷ്ണതുളസി. ഔഷധ സസ്യങ്ങളുടെ മാതാവ് കൃഷ്ണതുളസി. മാംസ്യ സംരംഭകർ പയറുവർഗം. മാംസ്യ സംരംഭകർ പയറുവർഗം. സസ്യവിഭാഗത്തിലെ ഉഭയജീവികൾ പായൽ. സസ്യവിഭാഗത്തിലെ ഉഭയജീവികൾ പായൽ. ഇന്ത്യൻ ഫയർ അശോകം. ഇന്ത്യൻ ഫയർ അശോകം. 1000 ആവശ്യങ്ങൾക്കുള്ള മരം തെങ്ങ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം തെങ്ങ്. പ്രകൃതിയുടെ ടോണിക് ഏത്തപ്പഴം. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് ഏത്തപ്പഴം. സ്വർഗീയ ഫലം കൈതച്ചക്ക. സ്വർഗീയ ഫലം കൈതച്ചക്ക. ജോൺ ഓഫ് കെന്നഡി റോസ്. ജോൺ ഓഫ് കെന്നഡി റോസ്. ജമൈക്കൻ പെപ്പർ സർവസുഗന്ധി. ജമൈക്കൻ പെപ്പർ സർവസുഗന്ധി. സമാധാനത്തിൻ്റെ വൃക്ഷം ഒലിവ് മരം. സമാധാനത്തിൻ്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ഒലിവ് മരം. ദിവ്യ ഔഷധങ്ങൾ തുളസി കൂവളം കറുക. ദിവ്യ ഔഷധങ്ങൾ തുളസി കൂവളം കറുക. അടുത്തത് ഇലകൾക്കും പൂക്കൾക്കും ഒക്കെ അവയുടെ നിറം കൊടുക്കുന്ന വർണ്ണവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഹരിതകം. ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഹരിതകം. മഞ്ഞളിന് അതിൻ്റെ നിറം കൊടുക്കുന്നത് കുർക്കുമിൻ. മഞ്ഞളിന് അതിൻ്റെ നിറം കൊടുക്കുന്നത് വർണ്ണവസ്തു കുർക്കുമിൻ. തക്കാളിക്ക് ലൈക്കോപ്പിൻ. തക്കാളിക്ക് ലൈക്കോപ്പിൻ. ക്യാരറ്റിന് കരോട്ടിൻ. ക്യാരറ്റിന് കരോട്ടിൻ. കുങ്കുമത്തിന് ബിക്സിൻ. കുങ്കുമത്തിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ബിക്സിൻ. ഇലകൾക്കും പൂക്കൾക്കും പർപ്പിൾ നിറം നൽകുന്ന വർണ്ണവസ്തു ആന്തോസയാനിൻ. ഇലകൾക്കും പൂക്കൾക്കും പർപ്പിൾ നിറം നൽകുന്ന വർണ്ണവസ്തു ആന്തോസയാനിൻ. ഇലകൾക്കും പൂക്കൾക്കും മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു സാന്തോഫിൽ. ഇലകൾക്കും പൂക്കൾക്കും മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു സാന്തോഫിൽ. ഇനി നമുക്ക് വിവിധ സ്വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നീലസ്വർണം ജലം. നീലസ്വർണം ജലം. കറുത്ത സ്വർണം കുരുമുളക്. കറുത്ത സ്വർണം കുരുമുളക്. പച്ച സ്വർണം വാനില. പച്ച സ്വർണം വാനില. ചുവന്ന സ്വർണം കുങ്കുമം. ചുവന്ന സ്വർണം കുങ്കുമം. ഹരിത സ്വർണം മുള. ഹരിത സ്വർണം മുള. വെളുത്ത സ്വർണം കശുവണ്ടിപ്പരിപ്പ്. വെളുത്ത സ്വർണം കശുവണ്ടിപ്പരിപ്പ്. ബ്രൗൺ നിറം കാപ്പി. ബ്രൗൺ സ്വർണം കാപ്പി. ബ്രൗൺ സ്വർണം കാപ്പി. തരിശുഭൂമിയിലെ സ്വർണം കശുമാവ്. തരിശുഭൂമിയിലെ സ്വർണം കശുമാവ്. അടുത്തതായിട്ട് ഫലങ്ങളിലെ രാജാവും റാണിയും ആരൊക്കെയാണെന്ന് നോക്കാം. ഫലങ്ങളിലെ രാജാവും റാണിയും. നെല്ലിനങ്ങളുടെ റാണി ബസുമതി. നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ബസുമതി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലം. സുഗന്ധദ്രവ്യങ്ങളുടെ റാണി
അത്തർ. സുഗന്ധദ്രവ്യങ്ങളുടെ റാണി അത്തർ. ഫലങ്ങളുടെ രാജാവ് മാമ്പഴം. ഫലങ്ങളുടെ രാജാവ് മാമ്പഴം. പഴവർഗ്ഗങ്ങളുടെ റാണി മാംഗോസ്റ്റിൻ. പഴവർഗ്ഗങ്ങളുടെ റാണി മാംഗോസ്റ്റിൻ. മാവിനങ്ങളുടെ രാജാവ് അൽഫോൺസ. മാവിനങ്ങളുടെ രാജാവ് അൽഫോൺസ. പുഷ്പറാണി റോസ്. പുഷ്പറാണി റോസ്. ഓർക്കിഡുകളിലെ റാണി കാറ്റ്ലിയ. ഓർക്കിഡുകളിലെ റാണി കാറ്റ്ലിയ. ആന്തൂറിയങ്ങളുടെ റാണി വറോക്കിയാനം. ആന്തൂറിയങ്ങളുടെ റാണി വറോക്കിയാനം. പച്ചക്കറികളുടെ രാജാവ് പടവലങ്ങ. പച്ചക്കറികളുടെ രാജാവ് പടവലങ്ങ. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി തേക്കുമരം. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി തേക്കുമരം. ദേവതകളുടെ വൃക്ഷം ദേവദാരു. ദേവതകളുടെ വൃക്ഷം ദേവദാരു. അടുത്തത് ഇന്ത്യയിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചറൽ ഗവേഷണത്തിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ ഗവേഷണത്തിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല പന്ത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല പന്ത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ. സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈ. സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈ. പുകയില ഗവേഷണത്തിൻ്റെ ആസ്ഥാനം രാജമുന്ദ്രി. പുകയില ഗവേഷണത്തിൻ്റെ ആസ്ഥാനം രാജമുന്ദ്രി. ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക്. ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക്. സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ. സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊൽക്കത്ത. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊൽക്കത്ത. ഇനി കേരള കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ നോക്കാം. കേരളത്തിലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം. നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം തിരുവനന്തപുരം ജില്ലയിലാണ്. സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം പാറാട്ടുകോണം. സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം പാറാട്ടുകോണം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. നാളികേര വികസന ബോർഡ് കൊച്ചി. നാളികേര വികസന ബോർഡ് കൊച്ചി. അടയ്ക്ക ഗവേഷണ കേന്ദ്രം പാലക്കാട് തിരുവനന്തപുരം പീച്ചി. അടയ്ക്ക ഗവേഷണ കേന്ദ്രം പാലക്കാട് തിരുവനന്തപുരം പീച്ചി. സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആറളം. സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആറളം. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി. വന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി. വന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം. സുഗന്ധ ഭവൻ പാലാരിവട്ടം കൊച്ചി. സുഗന്ധ ഭവൻ പാലാരിവട്ടം കൊച്ചി. കേരള ഫെഡ് തിരുവനന്തപുരം. കേരള ഫെഡ് തിരുവനന്തപുരം. ബാംബു കോർപ്പറേഷൻ അങ്കമാലി. ബാംബു കോർപ്പറേഷൻ അങ്കമാലി. ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കി. ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കി. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശ്ശൂർ.
കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശ്ശൂർ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ വൈറ്റില, കായംകുളം, പട്ടാമ്പി, മങ്കൊമ്പ്. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ വൈറ്റില, കായംകുളം, പട്ടാമ്പി, മങ്കൊമ്പ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശ്ശൂർ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശ്ശൂർ. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല. ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് നീണ്ടകര മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് നീണ്ടകര. ഇൻഡോ സ്വിസ് പ്രൊജക്റ്റ് മാട്ടുപ്പെട്ടി പശു സംരക്ഷണവുമായി ബന്ധപ്പെട്ടത്. ഇൻഡോ സ്വിസ് പ്രൊജക്റ്റ് മാട്ടുപ്പെട്ടി. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ വയനാട് ജില്ലയിലെ ചൂണ്ടൽ. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ. പുളിയുള്ള പഴങ്ങളിൽ സമൃദ്ധമായുള്ള വൈറ്റമിൻ സി. പുളിയുള്ള പഴങ്ങളിൽ സമൃദ്ധമായുള്ള വൈറ്റമിൻ സി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഫലം മുന്തിരി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഫലം മുന്തിരി. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പഴം വാഴപ്പഴം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പഴം വാഴപ്പഴം. വാഴപ്പഴത്തിൽ സമൃദ്ധമായി കാണുന്ന ധാതുലവണം പൊട്ടാസ്യം. വാഴപ്പഴത്തിൽ സമൃദ്ധമായി കാണുന്ന ധാതുലവണം പൊട്ടാസ്യം. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് വാഴപ്പഴം. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് വാഴപ്പഴം. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം കാർബൈഡ്. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം കാർബൈഡ്. പഴങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ എഥിലിൻ. പഴങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ എഥിലിൻ. ഏറ്റവും വലിയ പഴം ചക്ക. ഏറ്റവും വലിയ പഴം ചക്ക. ഇന്ത്യയുടെ ദേശീയ ഫലം മാമ്പഴം. ഇന്ത്യയുടെ ദേശീയ ഫലം മാമ്പഴം. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭ്യമാകണമെങ്കിൽ WinPSC ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.